എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അത് മൊബൈൽ താഴെ വീണ് ഗൈസ്. അതുകൊണ്ട് ഇനി എങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ അട വേവിച്ചു. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പോഴേ കൂട്ടുകാരെ, ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രഥമനാണ്. ഞാൻ ആദ്യം തൊട്ട് ഞാൻ കാണിച്ചതാണ്. പിന്നെ അട വെള്ളത്തിൽ ഇടുന്നതും തിളപ്പിച്ച് വേവിക്കുന്നതും ശർക്കര പാനിയാക്കുന്നതും പിന്നെ തേങ്ങാക്കുത്തും മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്ത് വെച്ചത് കണ്ടോ. ഇത് മൂന്നും കൂടെ വറുത്ത് സെപ്പറേറ്റ് വറുത്ത് ഒന്നിച്ച് കോരിയെടുത്തത് കേട്ടോ. ഒന്നിച്ചൊരു പാത്രത്തിൽ ഇട്ടതാണ്. പിന്നെ ഞാൻ അട വേവിച്ച് ശർക്കര പാനിയാക്കി ഇട്ട് അടയിട്ട് ഇളക്കി മൂന്നാം പാൽ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈൽ താഴെ വീണു. ആ വീഡിയോ അങ്ങ് പോയി. ഓക്കെ, അപ്പം ഞാൻ ഈ അട ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. ഒരു പാക്കറ്റ് അട കേട്ടോ. ഒരു പാക്കറ്റ് അട ചുമ്മാ വിശേഷമൊന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ അടപ്രഥമൻ കുടിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നത് ഒരു പാക്കറ്റ് അട. അപ്പോൾ 1 കിലോ ശർക്കരയിൽ നമ്മൾ ഉരുണ്ട ശർക്കരയെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, 1 കിലോ ശർക്കരയും വേണ്ട, ഈ ഒരു പാക്കറ്റല്ലേ ഉള്ളൂ. ഉരുണ്ട ശർക്കര എടുത്ത് പാനിയാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആണ്. ഇത്ര ആക്കിയപ്പോഴത്തേക്ക് ഫോണ് താഴെ വീണ ആ വീഡിയോ മൊത്തം പോയി. അതുകൊണ്ട് പിന്നെ ഇവിടെ തൊട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് അപ്പം ഞാൻ എടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നല്ലോ. ആ എടുത്തതിന് നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അറിയണം. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ആ നേരത്തെ നമ്മൾ അട ഒരു പാക്കറ്റ് പൊട്ടിച്ച് വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുത്ത് അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. പച്ച വെള്ളത്തിൽ ഞാൻ കഴുകി റെഡിയാക്കി ശർക്കര പാനി ഒഴിച്ച് അടയിട്ട് ഇളക്കി മൂന്നാം പാലും ഒഴിച്ച് ഇത്രയാക്കി വന്നപ്പോഴത്തേക്കും മൊബൈൽ പോയി. അപ്പോൾ ആ വീഡിയോ പോയി. അപ്പോൾ ഞാൻ അതാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, എഡിറ്റ് ചെയ്യാൻ അറിയാമായിരുന്നെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ മതിയായിരുന്നു. ഇനിയിപ്പം അത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ചെയ്തത് പറഞ്ഞു തന്നെ കേട്ടോ. വേറൊന്നുമില്ല, ശർക്കര പാനിയാക്കി ഒഴിച്ച് അട വേവിച്ച് വെച്ചത് അതിനകത്തിട്ട് ഇളക്കി പാൽ ഒഴിച്ച് ഇപ്പോൾ ഏലക്കാപ്പൊടി ഇട്ടിപ്പോൾ ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി ഇല്ല, അതുകൊണ്ട് ചവ്വരി ഇട്ടില്ല കേട്ടോ. ചവ്വരി കയ്യിലില്ലായിരുന്നു, മേടിക്കാനും മറന്നുപോയി. അതുകൊണ്ട് ചവ്വരി വേണ്ട. അതായത് ആർക്കും കൊടുക്കാനല്ല, നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ചവ്വരി ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു, പക്ഷെ ചവ്വരി ഇല്ല. ഓക്കെ, ഒരു പൊടിക്ക് നമുക്ക് ഉപ്പിടണമല്ലോ. ഈ മധുരം ഒന്ന് ടേസ്റ്റ് ആവാനായിട്ട് പൊടിക്ക് ഉപ്പിടുവാണേ. ചുക്കില്ലാത്തതുകൊണ്ട് ചുക്കിടുന്നില്ല. ഓക്കെ, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തപ്പോഴാണ് നമ്മൾ പോയത് മൊബൈൽ തറയിൽ വീണത് കേട്ടോ. പായസം റെഡി. ഇനിയിപ്പോൾ നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം.
പിടിച്ച് തരാൻ വേണ്ടിയിട്ട് ആരുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ട് വറുത്ത് വെച്ചേക്കുന്നത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല, എന്നുണ്ടെങ്കിൽ പോയാലേ. അടുപ്പ് ഓഫാക്കി ഒരു പൊടിക്കൊരു ഏലക്കായും കൂടെ, ഏലക്കപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ്, ഇത് വറുത്ത നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി കേട്ടോ. അപ്പം നമ്മുടെ പായസം റെഡി. ബാക്ക് ക്യാമറ കാണിച്ചു തരാം. പായസം കണ്ടോ, നമ്മുടെ അവിടെ പ്രഥമൻ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ, പ്രഥമൻ വെച്ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ എന്നെ ഇത്രത്തോളം എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പക്ഷേ എനിക്ക് വിഷമമുണ്ട് ഗൈസ്. എന്താണെന്നോ, ആദ്യം തൊട്ടാണ് എടുത്തത് പോയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഒരു പാക്കറ്റ് അടയിൽ കണ്ടോ, ഒരു പാക്കറ്റ് അട ഇത്രയേ ഉണ്ടാവുള്ളൂ പായസം കണ്ടോ. അപ്പോൾ അതിന് 1 കിലോ ശർക്കര വാങ്ങിച്ചതിൽ ഞാൻ ഉരുണ്ട ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ. കാര്യം മൊത്തം ഇട്ടാൽ മധുരം കൂടിപ്പോവും. അതുകൊണ്ട് ഉരുണ്ട ശർക്കര എടുത്തിട്ടുള്ളൂ. പിന്നെ അത് അട വേവിച്ച് നമ്മളൊന്ന് കഴുകി, വെന്ത് കഴിയുമ്പോൾ കഴുകി എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. കഴുകി എടുത്ത് വെച്ച് പിന്നെ ശർക്കര പാനിയാക്കി, ശർക്കര പാനിയിലിട്ട് കൊടുത്തു. നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചതെല്ലാം വേർപെട്ട് കിട്ടണം. എന്നിട്ട് പിന്നെ പാല്, 3-ാം പാല് കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ച് അത് റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് പായസം റെഡിയായി. അപ്പോൾ പിന്നെ നമ്മൾ നെയ്യ് ഒഴിക്കണം. ഞാൻ ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ഇത് ചുക്കുപൊടി ഞാൻ ഇട്ടിട്ടില്ല കൂട്ടുകാരെ, ചുക്കുപൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കുഴപ്പമില്ല. പിന്നെ ഇതും ഇട്ടില്ല, എന്താ ചൗവരി ഇല്ലായിരുന്നു, അതും ഇട്ടില്ല. കുഴപ്പമില്ല, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് മാത്രം കുടിക്കാനല്ലേ, ആർക്കും കൊടുക്കാനല്ലല്ലോ. അപ്പോൾ ഒരു കൊതി തോന്നിയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിപ്പോൾ വെച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും എളുപ്പത്തിൽ വെക്കാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും കൊതി തോന്നുന്ന ഉടനെ പോയി ഓടുക, കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക, വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹമുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായം വേണം. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരും വരേക്കും ബായ്.